ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ? മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുന്നത് പോലെ സാഹചര്യം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അതെല്ലാം നമുക്കും കർത്താവിന്റെ വലിയൊരു കൃപയും അനുഗ്രഹവും കിട്ടുന്നതിനൊക്കെ കാരണമായിട്ട് തീരും. വിശുദ്ധ കുർബാനയൊക്കെ ഇന്ന് അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നെന്തായാലും സാക്ഷ്യം വായിക്കാം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റേ ദൈവങ്ങളുടെ ധ്യാനമൊക്കെ ദൈവത്തിന്റെ കരുണയാൽ എല്ലാം ഒക്കെ ആയിരുന്നു. അട്ടപ്പാടി വരെ യാത്രയാവുകയാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്നേഹബഹുമാനം കണ്ടോ, ആരെങ്കിലും ഇത്രയും പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ പോലും എന്നാലും ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. ഹല്ലേലൂയ. സ്നേഹബഹുമാനപ്പെട്ട വിനോദിച്ച, എൻ്റെ പേര് ടാനിയ എന്നാണ്. അച്ഛൻ്റെ ഷോർട്ട് ടോക്കിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനേക നന്മകളിൽ ഏതാനും അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ മോൾക്ക് ഇപ്പോൾ 4 വയസ്സുണ്ട്. അവൾക്ക് 4 മാസമുള്ളപ്പോൾ മുതൽ ഓരോ സ്കിൻ ഡിസീസ് വന്നുകൊണ്ടിരുന്നു. അതായത് 4 മാസമുള്ളപ്പോൾ കേട്ടോ. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ, കൈമുട്ടിൻ്റെ മടക്കിൽ, കാൽമുട്ടിൻ്റെ മടക്കിൽ, റേനൽ യൂറിനറി ഏരിയയിലൊക്കെ കൊച്ചിൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലും ആ സ്കിന്നൊന്ന് തൊട്ടാൽ മതി മുറിയുന്ന വിധത്തിൽ സെൻസിറ്റീവായി. എന്തൊരവസ്ഥയെന്ന് നോക്കിയേ. അലോപ്പതി മെഡിസിൻസ് പല ഡോക്ടർമാർ മാറി മാറി കാണിച്ചു. ഉള്ളിലും പുറമേ ഒക്കെ അപ്ലൈ ചെയ്തു. കുഞ്ഞിൻ്റെ കണ്ടീഷൻ മോശമായതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മമ്മി അച്ഛൻ്റെ 2020 കുഞ്ഞുങ്ങളെ ഈ ചൊറിച്ചിൽ അലർജിയൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള ഒരു എപ്പിസോഡ് കേൾക്കാൻ പറഞ്ഞ് അയച്ചു തന്നു. ഞാൻ മമ്മി ഒന്നിച്ച് 9 ദിവസം കുഞ്ഞിനെയും വെച്ച് ആ ടോക്ക് കേട്ട് ആശീർവാദം സ്വീകരിച്ചു. ആ ടോക്ക് കേൾക്കുന്നതിനിടയിൽ എനിക്ക് പെട്ടെന്നൊരു ഡോക്ടറെ കാണാൻ ഒരു പ്രേരണ കിട്ടി. കണ്ടോ, നോക്കി ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടോ കേട്ടോ. അങ്ങനെ ആ ഡോക്ടറെ ചെന്ന് കണ്ട് അങ്ങനെ മരുന്നുകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥന ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന മുടക്കിയില്ല. മരുന്നും അപ്ലൈ ചെയ്തു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, കംപ്ലീറ്റ് രോഗം മാറിപ്പോയി. അവിടുത്തെ കർത്താവ് ഹീലിംഗ് ചെയ്തു. പിന്നെ ഇപ്പോൾ 2.5 വയസ്സ് 3 വയസ്സ് കൂടുതലായി. ഇപ്പോഴും എന്തെങ്കിലും അസ്വസ്ഥത മോള് കാണിക്കുമ്പോൾ തന്നെ ഞാനും 16-12 ജില്ല കുരിശ് വരച്ചു തുടങ്ങും. അപ്പോഴത്തേക്ക് ആളോക്കെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്നറിയോ, മരുന്ന് വേണ്ട എന്നുള്ളത്, ചികിത്സ വേണ്ട എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. മരുന്നിലൂടെ സുഖപ്പെടുന്ന ഈശോയാണ്, ഡോക്ടർമാരിലും സുഖപ്പെടുന്ന ഈശോയാണ്. എല്ലാം നമ്മൾ ബഹുമാനിക്കുക. അതിന് തന്നെ ബൈബിളിലെ വചനമാണ്. പക്ഷേ ഇപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ വായിക്കാൻ കാരണം എന്താ പറയുക, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ എങ്ങനെയാണ് ദൈവം വഴി നടത്തുന്നതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വലിയ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ കാര്യത്തിലൊന്നും ഒരു ആർക്കും ഒരു ലെവമീശ് അങ്ങനെയല്ല. ദൈനംദിന ജീവിതത്തിൽ ഈശോ ഇടപെട്ടു. അതാണ്. അടുത്തത് രണ്ടാമതായി ഞാൻ ബാംഗ്ലൂരുള്ള ഒരു കമ്പനിയിലെ ജോലി വർക്ക് ഫ്രം ഹോമായി ചെയ്യുന്നുണ്ടായിരുന്നു. 2023 ജനുവരി 2023 അല്ലേ, ബാംഗ്ലൂരിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. ചെയ്യുന്നതിന് കേരളത്തിൽ ഞാൻ ചെയ്യുന്ന ജോലി കേരളത്തിൽ കൊച്ചിയിൽ മാത്രം 3-4 കമ്പനിയിലാകെയുള്ളൂ. പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പിന്നെ ജോബ് സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിൽ കോൾ വന്ന ആ സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ 1002ാമത്തെ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂയുടെ ഒരു വിജയത്തിനൊക്കെ വേണ്ടി. അതിന് ഫലമായി കൊച്ചിയിലൊരു നല്ല കമ്പനിയിൽ ആ മാസം തന്നെ ജോലി ശരിയായി. ഏപ്രിൽ 3 പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ഇതുപോലെ അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് ടോക്കിലൂടെ എല്ലാം ഞങ്ങൾക്ക് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് പ്രത്യേക അനുഗ്രഹം. ഇന്ന് 2 മേഖലകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ട് പ്രാർത്ഥിക്കും അല്ലേ. ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: നിങ്ങൾ ഫോർമേഷനിലാണെങ്കിൽ ഇതാണ് അളവുകോൽ. എല്ലാവരും ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെമിനാരി വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്നവർ, അങ്ങനെയല്ല. സ്കൂൾ കുട്ടികൾ ഫോർമേഷനിലാണ് അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറിസം കുട്ടികൾ ഫോർമേഷനാണ്. നിങ്ങളൊരു അപ്പനും അമ്മയാണ്, യു ആർ എ ഫോർമേറ്റർ അല്ലേ. കുട്ടികളെ നമ്മളൊരു ഫോർമേഷനിലൂടെ കടന്നു വരിക്കുന്നത്. അപ്പോൾ ഈ ഫോർമേഷനിലൂടെ കടന്നു പോകുന്നവർക്കും ഫോർമേഷൻ കൊടുക്കുന്നവർക്കും ഒരു അളവുകളാണ് ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2:14. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്: ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ ശക്തനായി. കർത്താവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മക്കളെ വളർന്നു വരുമ്പോൾ നമ്മൾ നോക്കുന്നത്, ഒന്നവന് വളരുന്നുണ്ടെന്ന് നമ്മൾ നോക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ കോംപ്ലാൻ അല്ല ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, ശിശു വളരട്ടെ, അവൻ്റെ ഇൻ്റലക്ച്വൽ വളർച്ച, അവൻ്റെ പഠനങ്ങളെല്ലാം നമ്മൾ നോക്കും. നല്ലത് തന്നെ ഒക്കെ നോക്കിക്കോ. അപ്പോൾ ശിശു വളർന്നു, അതിൻ്റെ ഒപ്പം എന്താ പറഞ്ഞാൽ അവൻ ശക്തനായി നോക്കണം. ജ്ഞാനം നിറഞ്ഞ അവൻ ശക്തനായി. വിസ്ഡം സോളമന് കിട്ടിയത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം എങ്ങനെ കിട്ടും? ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം കിട്ടും. ഒരുപാട് മാർഗമുണ്ട് ജ്ഞാനം നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരൻ, അവൻ ജ്ഞാനം നിറഞ്ഞവൻ അവൾ ശക്തനാകും. 2, ദൈവത്തിൻ്റെ കൃപ അവന് സമൃദ്ധമായിട്ട് വരുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് ഫോർമേഷനിൽ ആയിരിക്കുന്ന കുട്ടികൾ, കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾ, കുഞ്ഞുങ്ങളെന്ന് വിളിച്ചോ എന്ന് മറന്നുപോയില്ലേ. നമുക്ക് നോക്കണം. ജ്ഞാനം നിറഞ്ഞ് നല്ല ശക്തി പ്രാപിക്കണം. മനസ്സിലായി, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ശക്തി പ്രാപിക്കണം. അതേപോലെ തന്നെ ഫോർമേഷൻ ആണെങ്കിൽ ബാക്കി എല്ലാം ഓക്കെ. പലപ്പോഴും നമ്മൾ ഇത് 2 നോക്കിയാൽ ബാക്കി എന്തുണ്ടായാലും ഇത് 2 കട്ടാവും.
ജീവിതത്തിൽ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു കട്ടിങ് ഒരു സംഭവം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 20 കൂട്ടർക്കും ഒരളവ് പോലാണ് അല്ലേ. ഫോർമേഷനിലൂടെ കടന്നു പോകുന്നവർക്കും ഫോർമേഴ്സിനും ഫോർമേറ്റേഴ്സിനും പാരൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു അളവുകളാണ്. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 2:14. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇനി അട്ടപ്പാടിയിൽ നിന്ന് ഈശോ അനുഗ്രഹിച്ചാൽ അടുത്ത ടോക്ക് അട്ടപ്പാടിയിൽ നിന്ന് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ അത്ഭുതകരമായ ദൈവസാന്നിധ്യം കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഓരോ വചനം വെച്ച് ജീവിതത്തെ അളന്നു നോക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടട്ടെ കർത്താവ്. എല്ലാ ദുഷ്ടാരീതികളും എല്ലാ പൈശാചിക കോടുകളും എല്ലാ ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളുടെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടട്ടെ കർത്താവ്. ഈ ലൂക്ക 2:4 അത് പരിശോധിക്കാൻ ഒരു കൃപ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എൻ്റെ ദൈവമേ, കുഞ്ഞുങ്ങൾക്കുള്ള ഇങ്ങനത്തെയുള്ള അലർജി രോഗങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്താൽ ഈ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിന്റെ ഉള്ള ഞാട്ടിപ്പായിക്കുന്നു. പിതാവിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാ സാധനങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്വീകരിക്കണമേ. കുഞ്ഞുങ്ങളെ രോഗത്തെ ബന്ധിക്കുന്ന തിരുവനന്തപുരത്തെ സംരക്ഷണം ചോദിച്ച് ആശീർവദിക്കും. അതേപോലെ തന്നെ കർത്താവ് ഈ വീടിനടുത്ത് അങ്ങനത്തെ സാഹചര്യങ്ങൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു അത്ഭുതം ഉണ്ടാകട്ടെ. മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.